ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചു. അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു, 35 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, നെഞ്ചുവേദന വന്നു, കസേരയിൽ നിന്ന് താഴെ വീണു മരിച്ചു. നമ്മളിപ്പോൾ ഒരു ജിം വർക്കൗട്ട് ചെയ്യുന്നു എന്ന് വെച്ചു. വർക്കൗട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ പാരമ്പര്യത്തിൽ ആർക്കെങ്കിലും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ടോ, അറ്റാക്കുകൾ വന്നിട്ടുണ്ടോ, സ്ട്രോക്ക് വന്നിട്ടുണ്ടോ, ബ്ലോക്കുകളുണ്ടോ, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇവർക്ക് അതിനുള്ള ഡയറ്റ്, അതിനുള്ള എക്സസൈസ്. കാരണം എല്ലാവർക്കും കാർഡിയാക് എക്സസൈസ് പറ്റില്ല. ഓടിച്ചാടി ട്രെഡ്മില്ലിൽ നിന്ന് വേർത്ത് കുളിച്ച് ഹാർട്ട് ബീറ്റ് കൂട്ടിയിട്ടുള്ള എക്സസൈസ് എല്ലാവർക്കും പറ്റില്ല. അവർക്ക് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ബെയറിംഗ് ആയിട്ടുള്ള എക്സസൈസാണ്, പുഷപ്സ്, ഡംബിൾസ്, ആ ഒരു രീതിയിലുള്ള ബെഞ്ച് പ്രസ്, അങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസുകളാണ് അവർക്ക് വേണ്ടത്. അപ്പം പല ആളുകൾക്കും വെയിറ്റ് പാടില്ല. അപ്പം ബോഡി ഷേപ്പിനനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് ഇതൊരു പ്രോപ്പർ ബ്ലഡ് ടെസ്റ്റൊക്കെ നോക്കി ഉറപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പലപ്പോഴും സംഭവിക്കുന്നത് പ്രോട്ടീൻ പൗഡർ എടുത്തോ കിഡ്നി ഡാമേജ് വന്നു എന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ പാരമ്പര്യ ടെൻഡൻസിയിൽ ഇവർക്ക് ആർക്കെങ്കിലും കിഡ്നി റിലേറ്റഡ് പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഉറപ്പിക്കണം. യൂറിക് ആസിഡ് പ്രശ്നമുണ്ടോ, ഇവർക്ക് യൂറിക് ആസിഡ് പ്രശ്നമുണ്ടോ, അത് കിഡ്നിയെ ബാധിക്കും. അതേപോലെ തന്നെ ആ സമയത്തും കൂടെ പ്രോട്ടീനും കൂടെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അല്ലാതെ അങ്ങനെ ശരിക്കും കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്ന പ്രോട്ടീനല്ല, അത് ഗ്ലൂക്കോസാണ്. അതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ബ്ലഡിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ നെഫ്രോൺസിന് ഡാമേജ് വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇത് പറ്റുമോ, എൻ്റെ ശരീരപ്രകൃതം അനുസരിച്ച് ഏത് എക്സസൈസാണ് എനിക്ക് വേണ്ടത്, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഏത് ഭക്ഷണക്രമമാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ എൻ്റെ കൂടെയുള്ള ചെയ്യുന്ന ആൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ബ്ലോക്കുകൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഹൈ കാലറി കൊണ്ടാണ്, ഫാറ്റ് ലിവർ കൊണ്ടാണ്, ഭക്ഷണ രീതിയിലെ കാര്യം കൊണ്ടാണ്, മദ്യപാനം കൊണ്ടാണ്, ഓവറായിട്ട് മരുന്ന് കഴിച്ചുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്, സ്റ്റിറോയിഡിൻ്റെ ഉപയോഗം കൊണ്ടാണ്. ഇതൊക്കെയാണ് രക്തക്കൊള്ള ഡാമേജും ലിവറിനും കുടലിനും തൈറോയിഡിനും അതേപോലെ ഹാർട്ടിനൊക്കെ പ്രശ്നം വരുന്നത്. ഇത് ക്ലിയർ ആക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ആരും അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കാറില്ല. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാനുള്ളതേ ഉള്ളൂ.